ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ ബസ് സ്റ്റാൻഡിനുള്ളിൽ മാസങ്ങൾക്ക് മുമ്പ് എടുത്ത വലിയ കുഴി കാൽനട യാത്രക്കാർക്കും ബസ്സിനും ഭീഷണിയാകുന്നതായി പരാതി. വിഷയത്തിൽ പ്രതിഷേധവുമായി BJPയും രംഗത്തെത്തി. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ബസ് നിർത്തിയിടുന്ന ഒരു ഭാഗത്ത് വലിയ കുഴിയെടുത്തത്. 1.5 മാസം മുന്നേ എടുത്ത കുഴി കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വലിയ ഭീഷണിയാണ്. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി കുഴിയെടുത്ത വശത്തുകൂടിയാണ് പുറത്തേക്ക് പോകുന്നത്. കുഴിയെടുത്ത വശങ്ങൾക്ക് ചുറ്റും താൽക്കാലികമായി സംരക്ഷണ വലയം നിർമ്മിക്കാനോ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാനോ നഗരസഭ തയ്യാറായിട്ടില്ല. നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുള്ള കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കാലതാമസവും വീഴ്ചയുമാണ് നഗരസഭാ ചെയർമാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ ആരോപിച്ചു. ബസ്സുകൾ ഒരു സേഫ്റ്റിയും ഇല്ലാത്ത രീതിയിൽ 1.5-2 മാസത്തോളമായി വലിയ കുളമാണ്. നഗരസഭയുടെ പിടിപ്പുകേട് എടുത്തു കാണിക്കുന്ന തരത്തിലേക്ക് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായും ഫണ്ട് 94 ലക്ഷം രൂപ അതുപോലും മാന്യമായി നടപ്പാക്കാൻ സാധിക്കാത്ത ചെയർമാനാണ് ഷൊർണൂരിലുള്ളത്. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ പരിപാടിയെ തടസ്സപ്പെടുത്തുക, ഈ പരിപാടി നടപ്പിലാവാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ നഗരസഭാ ചെയർമാൻ നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബസ് സ്റ്റാൻഡിൽ വരുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ബസ്സുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പ്രദേശത്ത് മാരകമായ പനി പടരാനും മറ്റുള്ള വൈറസുകൾ പടരാനുള്ള സാധ്യത ഉണ്ടാകുന്നു. നഗരസഭാ കൗൺസിലർ K പ്രസാദ്, BJP കുളപ്പുള്ളി ഏരിയ അധ്യക്ഷൻ MK വിപിൻനാഥ്, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ചിത്തര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.